വെൽക്കം ടു ഫാറ്റ്നസ് ഫസ്റ്റ്, ഹാപ്പിനെസ് ഈസ് ഹോം മെയ്ഡ്. ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഡിഷായ പാവ് ഭാജിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോയാലോ? ഇതിനു മുന്നേ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. പാവ് ഭാജി ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം തന്നെ പൊട്ടറ്റോ ഒന്ന് വേവിച്ചെടുക്കണം, മുഴുവനായി തന്നെ വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുന്ന ആ ടൈമിൽ ഞാൻ നടുകെ കത്തി വെച്ച് വരഞ്ഞു കൊടുക്കുന്നുണ്ട് ഓരോരോ പൊട്ടറ്റോനും. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊലി പെട്ടെന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പുഴുങ്ങാൻ ആവശ്യമായിട്ട് ഞാനിവിടെ പൊട്ടറ്റോ കവറായി നിൽക്കുന്ന തരത്തിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. എന്നതിന് ശേഷം നമുക്ക് പുഴുങ്ങിയെടുക്കാം. അപ്പോൾ പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങി എടുത്തിട്ടുണ്ട്, തൊലിയൊക്കെ മാറ്റി ഞാൻ നല്ലവണ്ണം ഉടച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ഒരു ഗ്യാസിലൊരു പാത്രം വെച്ച് കൊടുക്കാം. ശേഷം ചൂടാകുമ്പോൾ ഇതിൽ എണ്ണയൊന്നും ഒഴിക്കുന്നില്ല, നേരെ ഡയറക്റ്റ് നമുക്ക് ചെറുതായി കൊത്തി എരിഞ്ഞിട്ടുള്ള ക്യാപ്സിക്കം, അത് ഒരു ക്യാപ്സിക്കമാണ്, ഒരു ചെറിയ സൈസ് വലുപ്പമുള്ള ഒരു ക്യാപ്സിക്കം ഞാൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ടൈമിൽ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണം. ഈ പാവ് ഭാജി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വാട്ടിയെടുക്കുന്ന എല്ലാ സംഭവങ്ങളും നമ്മൾ വേവിച്ച് നല്ലവണ്ണം ഉടച്ചെടുത്തിട്ട് ഒരു കഷ്ണങ്ങളില്ലാതെ തന്നെ ഉടച്ചെടുക്കുന്നതാണ് ഈ ഒരു പാവ് ഭാജീൻ്റെ മെയിൻ സംഭവം. അപ്പോൾ മാക്സിമം നമ്മൾ അത് ഓരോന്ന് വേവിച്ചെടുത്ത് അത് ഉടച്ച് എടുക്കണം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ക്യാപ്സിക്കം എടുത്ത് വാട്ടിയിട്ട് ജസ്റ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ആദ്യം വാട്ടി, എന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. വെള്ളം ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം മീഡിയത്തിലേക്ക് മാറ്റി കൊടുക്കാം. പാവ് ഭാജി ഉണ്ടാക്കുമ്പോൾ ഗ്രീൻ ക്യാപ്സിക്കം തന്നെ ചൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, ഒന്ന് ഉടച്ചെടുക്കാം. ക്യാപ്സിക്കം ഏകദേശം വാടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു ചെറിയ സൈസ് വലിപ്പമുള്ള ടൊമാറ്റോ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതും കുഞ്ഞിയായി അരിഞ്ഞത് അതുകൂടെ ചേർത്ത് നല്ലവണ്ണം വേവിച്ചെടുക്കാം. ശേഷം വീണ്ടും ഉടച്ചെടുക്കണം. ഇതിലുള്ള വേവിക്കുമ്പോൾ വെള്ളം കുറഞ്ഞു പോകുന്നുണ്ടെങ്കിൽ വീണ്ടും വെള്ളം ആഡ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. അങ്ങനെ ഇത് രണ്ടും കൂടെ നല്ലവണ്ണം വെന്ത് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് ഉടച്ചെടുക്കണം. അടുത്തത് നമുക്ക് പൊട്ടറ്റോ, നേരത്തെ വേവിച്ച് ഉടച്ച് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം. ഇതുവരെ നമ്മൾ ഇതിലേക്ക് എണ്ണയോ കാര്യങ്ങളോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എല്ലാം കൂടെ നല്ലവണ്ണം വീണ്ടും ഉടച്ചെടുക്കണം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഒരു തരികളില്ലാതെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ തന്നെ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെ കൂടി നല്ലവണ്ണം ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചേർക്കേണ്ടത് ഇതിലേക്ക് ഗ്രീൻ പീസാണ്. കുറച്ച് ഗ്രീൻ പീസ് ഞാൻ നേരത്തെ പുതിർത്ത് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വെള്ളത്തോടു കൂടി തന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന മുന്നേ ആ കുക്കറിലിട്ട് തന്നെ ഒന്നുകൂടെ സ്പൂണ് വെച്ച് നല്ലവണ്ണം ഉടച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ വീണ്ടും എല്ലാം കൂടെ മിക്സ് ചെയ്ത് നല്ലവണ്ണം സ്പൂണ് വെച്ച് നല്ലവണ്ണം ഉടച്ചെടുക്കാം. അങ്ങനെ എല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇത് നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നേരത്തെ നമ്മൾ പൊട്ടറ്റോ വേവിക്കുന്ന സമയത്തും ഗ്രീൻ പീസ് വേവിക്കുന്ന സമയത്തും അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെ നോക്കി കണക്കാക്കിയിട്ടുള്ള ഉപ്പ് മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ. അടുത്തത് നമുക്ക് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറയ്ക്കണം, മീഡിയത്തിലോ ഹൈയിലോ വെക്കരുത്. അപ്പോൾ ശേഷം നമുക്ക് 1 ടീസ്പൂൺ
കശ്മീരി മുളക് പൊടി കൂടെ ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കാം. അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് അടുത്തത് നമുക്ക് കുറച്ച് വലുപ്പമുള്ള 2 പീസ് ബട്ടർ ചേർത്ത് കൊടുക്കണം. ബട്ടർ അൺസോൾട്ടഡ് ബട്ടറാണ്. അതുകൂടെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ചേർക്കേണ്ടത് പാവ് ഭാജി മസാല പൗഡറാണ്. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം. അപ്പോൾ ഇത് ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ബാദ്ഷായുടെ മുംബൈ പാവ് ഭാജി മസാല പൗഡറാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂണാണ് ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നോക്കിയിട്ട് നമുക്ക് പിന്നീട് ആഡ് ചെയ്ത് കൊടുക്കണം. പാവ് ഭാജി മസാല ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് ചേർക്കേണ്ടത് മല്ലിയില അരിഞ്ഞതാണ്. അതുകൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു ഫോമിലായിരിക്കണം കറി ഉണ്ടായിരിക്കേണ്ടത്. കൂടുതൽ വെള്ളം ആവാൻ പാടില്ല. ഈ ഒരു രൂപത്തിലായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇവിടെ വെക്കാം. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ടത് വേറൊരു പാത്രം വേറൊരു സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് ചൂടാക്കിയെടുക്കണം. അതിന് ശേഷം ഒരു വലിയ പീസ് ബട്ടർ തന്നെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക്. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഉള്ളി, അത് കുഞ്ഞായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വാടി കിട്ടുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. വേറൊരു സ്റ്റൗവിൽ വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മുടെ കറിയുടെ വെച്ചിട്ടുണ്ട്. ഇത് ഇടയ്ക്കൊന്ന് നമുക്ക് സ്പൂൺ വെച്ചൊന്ന് ഇളക്കി കൊടുക്കണം. അടിയിൽ പിടിക്കാതെ ഒന്ന് ശ്രദ്ധിക്കണം. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് വെച്ചിരിക്കുന്നത്. ഇനി ഇത് വീണ്ടും വഴറ്റിയെടുക്കാം. ഉള്ളി ഏകദേശം ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വീണ്ടും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വീണ്ടും വഴറ്റിയെടുക്കാം. ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2 ടീസ്പൂൺ പാവ് ഭാജി മസാല വീണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തത് ചേർത്ത് കൊടുക്കേണ്ടത് കസൂരി മേത്തിയാണ്. അത് കുറച്ച് മതി. അതുകൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാ മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഫ്ലെയിം കുറച്ച് വെക്കാൻ മറന്നു പോകരുത്. ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം മാത്രമേ ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇനി കസൂരി മേത്തി ഇട്ട് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുക്കണം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് വഴറ്റിയെടുക്കാം. മല്ലിയില ചേർത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ചെറുനാരങ്ങ നീരാണ് ചേർക്കേണ്ടത്. ഒരു പകുതി കഷ്ണം ചെറുനാരങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുകൂടെ പിഴിഞ്ഞ് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ഫുഡ് കളറാണ്. നമുക്ക് ഇത് ഓപ്ഷനിലാണ്. ഇത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഇതൊരു റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. പാവ് ഭാജിൻ്റെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട. അപ്പോൾ അത് കൂടെ ഒരു കുറച്ച് ഡ്രോപ്സ് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് നേരത്തെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ട കറിയിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ വീണ്ടും ആ കറി ലോ ഫ്ലെയിമിൽ തന്നെ മാറ്റി വയ്ക്കാം. ശേഷം നമ്മൾ ഉള്ളിയൊക്കെ വാട്ടിയ ഈ ഒരു കൂട്ട് ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് വീണ്ടും ഒരു ചെറിയ പീസ് ബട്ടർ അതുകൂടെ ആഡ് ചെയ്തിട്ട് ഒരു 2-3 മിനിറ്റ്സ് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്ത് ഈ മിക്സ് ചെയ്തെടുക്കുന്ന ടൈമിൽ നമുക്ക് ആവശ്യം നോക്കി പാവ് ഭാജി മസാല ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. നമുക്ക് അത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പാവ് ഭാജി മസാല കുറവാണെങ്കിൽ അത് വീണ്ടും നമുക്ക് ആഡ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് വീണ്ടും ഒരു 3 മിനിറ്റ് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഈ ടൈമിൽ നമുക്ക് പാവ് ബ്രെഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാണ് പാവ് ബ്രെഡ്. ഇനി ഇതൊന്ന് മസാല പുരട്ടിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ബ്രെഡിൻ്റെ നടുകെ ഒന്ന് പിളർന്നതിന് ശേഷം നമുക്ക് ഒരു പാൻ ചൂടാക്കി അതിൻ്റെ മുകളിൽ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽട്ടാകുമ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് പാവ് മസാല പൗഡർ അത് ചേർത്ത് കൊടുക്കാം. ബട്ടർ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമുക്ക് പാവ് മസാല പൗഡർ ഇട്ട് കൊടുക്കാം. ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില, കുറച്ച് കശ്മീരി മുളക് പൊടി അതൊക്കെ ചേർത്ത് അതിൻ്റെ മുകളിൽ ഈ പിളർന്ന് വെച്ചിട്ടുള്ള പാവ് ബ്രെഡ് ഒന്ന്
പുരട്ടിയെടുക്കണം, ഫ്രൈ ചെയ്തെടുക്കണം. ശേഷം ഈ ബ്രെഡിൻ്റെ മുകളിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ പാവ് ഭാജി മസാലയും പാവ് ബ്രെഡും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സൂപ്പർ ടേസ്റ്റാണ്. സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോസുമായി കാണുന്നത് വരെ ബൈ ബൈ.